AI കാലഘട്ടത്തിൽ എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ല് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ലൈഫ് ലേണിംഗ്. അതായത് പുതിയ മാറ്റങ്ങൾ, പുതിയ അറിവുകൾ അത് കൃത്യമായ ഇടവേളകളിൽ മാറിക്കൊണ്ടിരിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും അത്യാവശ്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് AI ടൂളുകളെ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. AI ടൂളുകൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് നോട്ട്ബുക്ക് LM. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി നോട്ട്ബുക്ക് LM ഉപയോഗപ്പെടുത്താൻ സാധിക്കുക, അതേപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് ലൈഫ് ലേണിംഗ്. പുതിയ കാര്യങ്ങൾ, പുതിയ മാറ്റങ്ങൾ അത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം. ഇത് ഞാൻ ഏതെങ്കിലും ഒരാളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സെക്ടറിലുള്ള ആളുകളെ കുറിച്ചിട്ട് മാത്രമല്ല പറയുന്നത്. നിങ്ങൾ ഏത് മേഖലയിലാവട്ടെ ആ മേഖലയിലുള്ള ഏതെല്ലാം മാറ്റങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചർ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടീച്ചർ നോട്ട്ബുക്ക് എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് എന്തൊക്കെയാണ് പുതിയ സ്കില്ലുകൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടത്, AI വന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ബ്രെയിനിനെ അതെങ്ങനെയെല്ലാം ബാധിക്കും, അപ്പം അത്തരത്തിലുള്ള ലേണിംഗ് ടീച്ചേഴ്സ് നടത്തണം. ഇതേ പ്രകാരം തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സെക്ടറിൽ ഉള്ള പുതിയ അപ്ഡേറ്റ്സുകൾ, അതിൽ വരുന്ന മാറ്റങ്ങൾ, ചേഞ്ചുകൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം. അതിനെ നമുക്ക് നോട്ട്ബുക്ക് LM കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നോട്ട്ബുക്ക് LM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഗൂഗിളിൻ്റെ ടൂളാണ്. അപ്പം ഞാൻ അതിൻ്റെ പുതിയ അപ്ഡേറ്റ്സുകളാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ മുമ്പ് ചെറിയ രീതിയിൽ ഞാൻ നോട്ട്ബുക്ക് LM നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ബ്രീഫ് ഞാൻ പറഞ്ഞു തരാം. കാരണം ഇതിൻ്റെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾക്ക് ബ്രൗസറിൽ നോട്ട്ബുക്ക് LM എന്ന് സെർച്ച് ചെയ്യാം. നോട്ട്ബുക്ക് LM ആക്ച്വലി നിങ്ങൾക്ക് ആപ്പായിട്ട് ഐസ്റ്റോറിലും ആൻഡ്രോയിഡിലും ഒക്കെ നിലവിൽ ലഭ്യമാണ്. എന്നിരുന്നാൽ പോലും ക്രോമിൽ ബ്രൗസറിൽ അവൈലബിൾ ആയിട്ടുള്ള ചില ഫങ്ഷൻസ് ആപ്പുകളിലില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത്തരം സമയങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ പോയിട്ട് തന്നെ നോട്ട്ബുക്ക് LM ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങളൊരു ടീച്ചറാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് എന്തെല്ലാം സ്കില്ലുകളാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ ന്യൂ നോട്ട്ബുക്ക് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് 2-3 വിധേന ഇവിടെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ സിമ്പിളായിട്ട് സെർച്ച് ചെയ്യാം, വാട്ട് ആർ ദ ന്യൂ സ്കിൽ നീഡ് ഫോർ ദ സ്റ്റുഡൻസ്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് സോഴ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ PDF-കൾ, യൂട്യൂബ് ലിങ്ക്സ്, വീഡിയോ ലിങ്ക്സുകൾ, കോപ്പീഡ് ടെക്സ്റ്റ് അതൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിനൊക്കെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി നോട്ട്ബുക്ക് LM നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും അവരുടെ ചാപ്റ്റേഴ്സ് പഠിക്കാൻ, അത് റിവിഷൻ നടത്താൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം ബിസിനസ് ഓണേഴ്സിന് അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രൊഫസേഴ്സിനൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുതിയ കാര്യങ്ങൾ പര്യവേഷണം നടത്താൻ അതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നോട്ട്ബുക്ക് LM. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, വാട്ട് ആർ ദ ന്യൂ സ്കിൽസ് നീഡഡ് ഫോർ ദ സ്റ്റുഡൻസ്. അപ്പം ഞാൻ സിമ്പിളായിട്ട് ആ കാര്യം മാത്രം അവിടെ പറഞ്ഞു. ഇനി നോട്ട്ബുക്ക് LMനെ ഈ ഒരു സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സോഴ്സുകളും സ്വയം ഇവിടെ കണ്ടെത്തിക്കൊണ്ടുവരും. ഇത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ബ്രീഫ് നമ്മൾക്ക് ഇവിടെ കിട്ടും. ഇനിയാണ് നമ്മൾക്ക് എൻ്റെ നോട്ട്ബുക്ക് LM എന്തുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള AI ടൂളുകളിൽപ്പെട്ട ഒന്നായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോയിൽ കാണുന്ന ഫങ്ഷൻസ് ആണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പഠനം. ചില ആളുകൾക്ക് ഓഡിയോ കേട്ടിട്ട്, വീഡിയോ കേട്ടിട്ട്, അല്ലെങ്കിൽ വിഷ്വൽ എലമെൻറ്റുകൾ കണ്ടിട്ട്, ചില ആളുകൾക്ക് ഇങ്ങനെ വരച്ചിട്ട്, അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡുകളിലൂടെ, അങ്ങനെ പല വിധേനയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ള പഠന രീതി. അത് വിദ്യാർത്ഥികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യത്തിന് ഉതകുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. സപ്പോസ് നിങ്ങൾക്ക് ഓഡിയോ ഓവർവ്യൂ വേണം, അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ഓവർവ്യൂ കൊടുക്കാം. ഇനി പ്രസൻറ്റേഷൻ വേണമെങ്കിൽ സ്ലൈഡ് ഡെക്ക് കൊടുക്കാം. വീഡിയോ ഓവർവ്യൂ വേണമെങ്കിൽ വീഡിയോ ഓവർവ്യൂ ഒക്കെ കൊടുക്കാം. മൈൻഡ് മാപ്പ് ഒക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പുതിയ അപ്ഡേറ്റ്സുകളാണ് ആക്ച്വലി ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഞാൻ സിമ്പിളായിട്ട് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ബയോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻസ് ആണ്. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നത്. ഓക്കെ, വൺ മോർ എക്സാമ്പിൾ. ദിസ് ഐ തിങ്ക് ഇറ്റ് ഹാസ് എ പ്രസൻറ്റേഷൻ. ഓക്കെ,
സി ഞാൻ പ്രസൻറ്റേഷൻ നിർമ്മിച്ചതാണ്, നോട്ട്ബുക്ക് എല്ലാം വെച്ചിട്ടുള്ള പ്രസൻറ്റേഷൻ്റെ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. സി ഇത്തരത്തിലുള്ള അമേസിങ് ആയിട്ടുള്ള വിഷ്വലി റിച്ച് ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ് നോട്ട്ബുക്ക് എല്ലാം ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ വീഡിയോ, അതായത് വീഡിയോ ഓവർവ്യൂവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് ഏതാണോ സബ്ജക്റ്റ് അതിന് ഒരാൾ വിത്ത് എലമെൻസോട് കൂടി ക്ലാസ് എടുത്ത് തന്നാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ശരിക്കും വീഡിയോ ഓവർവ്യൂ. അതേപോലെ തന്നെ ഓഡിയോ ഓവർവ്യൂവും ഇതേപോലെ തന്നെ രണ്ടാളുകൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് തരുന്നതാണ് ഓഡിയോ ഓവർവ്യൂ. പിന്നെ മൈൻഡ് മാപ്സ് ഉണ്ട്. മൈൻഡ് മാപ്സും ആക്ച്വലി അമേസിങ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അതായത് നമ്മളൊരു ഏതെങ്കിലും ചാപ്റ്റർ പഠിക്കുകയോ റിവിഷൻ നടത്തുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇപ്പോൾ ജെനറ്റിക്സ് അതിൻ്റെ സബ് ഹെഡിങ്ങുകൾ 5 സബ് ഹെഡിങ്ങുകൾ, ഇനി ഇതിൽ ഏതിൽ ക്ലിക്ക് ചെയ്താലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി പോയിന്റ്സുകളൊക്കെ തരും. അപ്പോൾ ഇതും ശരിക്കും നമ്മൾക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മൈൻഡ് മാപ്പ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള അമേസിങ് ആയിട്ടുള്ള ടൂളാണ് നോട്ട്ബുക്ക് എല്ലാം. ഇനി പുതിയ അപ്ഡേറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒന്നാമത് ഓഡിയോ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിബേറ്റ്, ബ്രീഫ്, ക്രിട്ടിക് അങ്ങനെ അഡീഷണൽ ഫങ്ഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, നമ്മൾക്ക് മുമ്പ് ഓഡിയോ ഓവർവ്യൂ മാക്സിമം ഒരു 10 മിനിറ്റ്, 8 മിനിറ്റ്, 9 മിനിറ്റ് ആയിരുന്നു കിട്ടുന്നത്. നിലവിൽ നമ്മൾക്ക് ഓഡിയോ ഓവർവ്യൂ 20 മിനിറ്റ് വരെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഓഡിയോ ഓവർവ്യൂവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ്. രണ്ടാമത്തെ അപ്ഡേറ്റ്സ് ഇവിടെ വന്നിട്ടുള്ളത് വീഡിയോ ഓവർവ്യൂവിലാണ്. വീഡിയോ ഓവർവ്യൂവിൽ നമുക്ക് ഒന്നുകൂടി സിനിമാറ്റിക് മുമ്പ് ഉണ്ടായിരുന്നതാണ്, എക്സ്പ്ലെയിനറും മുമ്പ് ഉണ്ടായിരുന്നു. ഈ ഷോർട്ട് എന്നുള്ള അതായത് റീൽ സൈസിലും നമ്മൾക്ക് വീഡിയോസ് നോട്ട്ബുക്ക് എല്ലാം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പുതിയ അപ്ഡേറ്റ്സ് ആണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ ഓൾറെഡി വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾക്ക് ഒരു റീൽ സൈസിലേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ വേറൊരു കുറവ് അല്ലെങ്കിൽ പ്ലസ് മൈനസ് രണ്ടും പറയാൻ പറ്റും. ഇത് ഷോർട്ടായിരിക്കും, അതായത് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള 1 മിനിറ്റിൻ്റെ 1.5 മിനിറ്റിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് നമ്മൾക്ക് ബിൽഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ബട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് നൈസ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. The moment your heart rate rises, your body releases a flood of neurochemicals, including specific growth factors that rush straight into the brain. ഇതാണ്. പിന്നെ അതേപോലെ തന്നെ മുമ്പ് ചെയ്ത വീഡിയോയിലൂടെ ഈ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇതാണ് ശരിക്കും ഞാൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പം നമ്മൾക്ക് ഏത് കാര്യം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും നമ്മൾക്ക് വെബ് സെർച്ച് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ AI കാലഘട്ടത്തിലുള്ള പുതിയ സ്കില്ലുകൾ, AI എങ്ങനെ ഈ ഒരു ജോബിനെ എഫക്റ്റ് ചെയ്യും, AI കാലഘട്ടത്തിൽ വേണ്ട പുതിയ കോഴ്സുകൾ, പുതിയ സർട്ടിഫിക്കറ്റ്, അപ്പം അങ്ങനെ നമ്മൾക്ക് ഏതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള പഠനം നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഐഡിയ മാത്രം ഇവിടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതാണ്. അതും കുറച്ച് റീസെൻ്റ് അല്ലാതെ കുറച്ച് മുമ്പ് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. അതും ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI നമ്മൾക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നോട്ട്ബുക്ക് എല്ലാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.